ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഇഡ്ഡലി റെസിപ്പി നോക്കാട്ടോ. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 2 ഗ്ലാസ് അരിക്ക് 3/4 ഗ്ലാസ് ഉഴുന്നാട്ടെടുക്കുന്നത്. 1 ഗ്ലാസ് വരെ ഉഴുന്നെടുക്കുക. ഞാൻ ഇവിടെ 3/4 ഗ്ലാസ് എടുക്കുന്നുള്ളൂ. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. കുതിർത്ത ഇടുമ്പോൾ അത് സെപ്പറേറ്റ്, ഇത് സെപ്പറേറ്റ് ആയിട്ട് അരിയും ഉഴുന്നും സെപ്പറേറ്റ് ആയിട്ട് ഇടണം കേട്ടോ. ഉഴുന്നിൽ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് കുതിർത്താൻ വെക്കുക. പിന്നെ ഉഴുന്നിൽ കുറച്ച് തോനെ വെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ. എന്നാലേ ഉള്ളൂ. ആ വെള്ളം ഉപയോഗിച്ചിട്ട് വേണം ഞങ്ങൾ അരി ഒന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ ഇവിടെ അരി അരച്ചിട്ടെടുത്തിട്ടുണ്ട്. ഞാൻ ഉഴുന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് മാതിരി, കൂടുതൽ വെള്ളം കൂട്ടാതെ കേട്ടോ. അരയാൻ എത്ര ആവശ്യം, ഒരു ഇഡ്ഡലിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണോ ഉണ്ടാവുക അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ ഉഴുന്നും നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല കൈയും കൊണ്ട് മിക്സാക്കി വെക്കണം കേട്ടോ. കൈ കൊണ്ട് മിക്സാക്കിയാൽ പുളിക്കുമോ എന്നൊന്നും വിചാരിക്കേണ്ട, ഒന്നും ആവില്ല. നല്ല പൊന്തി കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും ഇഡ്ഡലി കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും. ആരെങ്കിലും പുതിയതായിട്ട് കുക്കിങ്ങിനോടൊക്കെ ഇപ്പോൾ ഉള്ളവർ തുടങ്ങുന്നവർക്ക് ഹെൽപ്ഫുള്ളാവും കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ വന്ന് നോക്കിയപ്പോൾ നല്ല മാവ് പൊന്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. തിളക്കുമ്പോഴത്തേന് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഓയിലൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇഡ്ഡലിക്കോ ദോശക്കോ അരക്കുകയാണെങ്കിൽ രാവിലെ തന്നെ വന്ന് നോക്കൽ മാവ് പൊന്തിക്കണമെന്ന് കേട്ടോ. എല്ലാവരും അങ്ങനെയാണോ? ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി വെള്ളം നല്ല തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ ഇഡ്ഡലി ഒരു 8 to 10 മിനിറ്റെങ്കിലും വേവിക്കണം കേട്ടോ. ഒരു മീഡിയം ടു ഫുള്ളും അല്ല മീഡിയമും അല്ല, അങ്ങനത്തെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8 to 10 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെക്കാം. നമ്മൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലി കേട്ടോ. ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വട്ടം എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. നല്ല സോഫ്റ്റായിട്ട് കിട്ടാത്തവർക്ക് എന്തായാലും 100% ആയിട്ടും ഇങ്ങനെ ചെയ്താൽ എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി എടുക്കുമ്പോൾ ഒന്ന് സ്പൂണൊന്ന് നനച്ച് പിന്നെ കുറച്ചൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഒട്ടി പിടിക്കും. ഞാനിവിടെ കുറച്ച് ആറുന്നതിൻ്റെ മുന്നേ തന്നെ എടുത്തു. കുട്ടിക്ക് സ്കൂൾ പോകാനുള്ളതുകൊണ്ട് കുറച്ച് വേഗം എടുത്തു കേട്ടോ. അതുകൊണ്ട് നല്ല ക്ലീനായിട്ട് പോരും. എന്നാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത ട്രിപ്പ് പാരുമ്പോൾ അത് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ പാരാൻ, അല്ലെങ്കിൽ നെക്സ്റ്റ് ട്രിപ്പിൽ നല്ല ഒട്ടിപ്പിടിക്കും. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.